കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെതിരെയാണ് ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു വിഷയം നടക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കോളേജിനെതിരെ നടക്കുന്ന ഏതൊരു തരത്തിലുള്ള ആക്രമണങ്ങളായിരുന്നാലും അതിനെ ഒന്നിച്ച് എതിർക്കുമെന്നാണ് ക്രൈസ്തവ സംഘടനകൾ പറയുന്നത്. നേരത്തെ കാസ അവരുടേതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ കാത്തോലിക്ക കോൺഗ്രസും സീറോ മലബാർ സഭയും വ്യക്തമായ മറുപടി ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. നിസ്കരിക്കാനായി പ്രത്യേക സ്ഥലം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ ഓഫീസിൽ തടഞ്ഞു വെച്ച് സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് SFIയും MSFും തയ്യാറായത്. എന്നാൽ ഈ നടപടി ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മികവിൻ്റെ കേന്ദ്രങ്ങളായ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളെ തകർക്കാൻ ഒരു കാരണവശാലും ഇത്തരത്തിൽ അനുവദിക്കില്ല എന്ന് സംഘടനകൾ എടുത്തു പറഞ്ഞു. സീറോ മലബാർ സഭ, അൽമായ ഫോറവും അതുപോലെ തന്നെ കാത്തോലിക്ക കോൺഗ്രസുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ വിവിധ മുസ്ലിം സംഘടനകൾ കോളേജിലേക്ക് നടത്താൻ നിശ്ചയിച്ച പ്രതിഷേധ മാർച്ചിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അത് നടത്താൻ അനുവദിക്കില്ല എന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ സഭ ഒന്നടങ്കം തന്നെ അതിനെ പ്രതിരോധിക്കാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. കോളേജിന് സമീപത്ത് തന്നെ ഒരു മസ്ജിദുണ്ട്. വെള്ളിയാഴ്ച നിസ്കരിക്കാൻ അവിടെ പോകുന്നതിന് കോളേജിൻ്റെ ഭാഗത്തു നിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ തടസ്സവുമില്ല. എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ, അതും ഒരു ക്ലാസ് റൂമിനുള്ളിൽ തന്നെ കൃത്യമായി അവർ പറയുന്നിടത്ത് തന്നെ നിസ്കരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നതിനെയാണ് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആവശ്യത്തെ ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരിക്കലും അനുവദിക്കില്ല. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെയും സുരക്ഷയെയും ഒക്കെ തന്നെ ഇതുപോലുള്ള വേറിട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഗുരുതരമായി തന്നെ ബാധിക്കും. ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ കേരളത്തിൽ വളർന്നു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമായ ചേരിതിരിവും ധ്രുവീകരണവും ഒക്കെ തന്നെ സൃഷ്ടിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി പ്രധാനമായും കാത്തോലിക്ക സഭ പറഞ്ഞിരിക്കുന്ന 3 വിഷയങ്ങൾ, അതിന് കൃത്യമായ മറുപടി നൽകാൻ ഇപ്പോഴും മതവിശ്വാസികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. അതായത് മുസ്ലിം ആരാധന നടത്തണമെന്നതാണ് ആവശ്യമെങ്കിൽ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള മുറി അനുവദിക്കാൻ കഴിയില്ല. അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ച നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കാം. അവർക്ക് വേണമെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം. ഒന്ന്. രണ്ടാമതായി അവർ പറയുന്നത് അടുത്തുള്ള മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന കാരണം പറഞ്ഞാണ് പെൺകുട്ടികൾക്ക് മാത്രമായി നിസ്കരിക്കാനുള്ള സൗകര്യം മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കണമെന്ന് ചിലയിടത്ത് ആവശ്യമുയർത്തിയത്. മോസ്കുകളിൽ പ്രവേശനമില്ലാത്തതിന് സഭയുടെ സ്ഥാപനങ്ങളിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധി ഒരിക്കലും പിടിക്കേണ്ടതില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തങ്ങളല്ല എന്ന് സാരം. ഇനി മൂന്നാമതായി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്, കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ പകരം മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ അനുവാദം നൽകാനും മുസ്ലിം ആത്മീയ നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതവും. ഇങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ ഏറ്റവും നന്നായി പറയാവുന്നതും. ഇല്ലായെങ്കിൽ നാളെ മുതൽ ഓരോ സ്ഥാപനത്തിലും ന്യൂനപക്ഷമാണ് എന്ന പേരിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇതുപോലെ ഉയർത്താനും അത് നേടിയെടുക്കാനുമായി പലർക്കും ഇതൊരു ഹരമായി മാറും, ഒരു പ്രചോദനമായി മാറുമെന്ന് വ്യക്തം. അതുകൊണ്ട് ഇതിന് കൃത്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതത് ആരാധനാലയങ്ങളിൽ നിന്ന് തന്നെയാണ്. അവർ വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നൽകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം ഭരണഘടന പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടിയുള്ള ഇടമായിട്ടാണ് സഭ വ്യക്തമാക്കുന്നത്. അത് അലങ്കോലപ്പെടുത്താൻ ആരെയും സമ്മതിക്കില്ല എന്നും കാത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിലൂടെ എടുത്തു പറയുന്നുണ്ട്. ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിൻ്റെയും തന്നെ അതിരുകൾ ലംഘിക്കുന്ന പ്രവണതകളാണ് വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്നത്. ഇത് ശരിയാണോ എന്നുള്ളത് മതരാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇത് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കും എന്ന് നാം ഭയപ്പെടേണ്ടത് പോലും. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണഘടനാ അവകാശത്തെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആധുനിക സമൂഹ നിർമ്മിതിയുടെ എല്ലാ തറക്കല്ലുകളും തൂണുകളും തകർത്തെറിയുക തന്നെ ചെയ്യുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ വേർതിരിവിൻ്റെയും ഭിന്നിപ്പിൻ്റെയും അധാർമികതയുടെയും വിത്തുകൾ പാകുകയാണ് ഇതുപോലുള്ള നീക്കങ്ങളിലൂടെ പലരും ശ്രമിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കേരളത്തിൽ കാത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതസാഹോദര്യവും സമത്വവും ദുർബലപ്പെടുത്തുന്ന വികലമായ വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഇത്തരം മൂവാറ്റുപുഴ ശൈലികളെ അൽമായ ഫോറം കഠിനമായി അപലപിക്കുന്നു എന്നുകൂടി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല, ഇനി മുന്നോട്ട് പോകാനായി അനുവദിക്കുകയുമില്ല. ബന്ധപ്പെട്ട സംഘടനകളുടെ അധികാരികൾ തന്നെ വിദ്യാർത്ഥികളെ തിരുത്തുകയാണ് ഏറ്റവും ഉചിതം.